ഹായ് ഹലോ, ഇന്ന് നല്ലൊരു അടിപൊളി ഫുഡിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നിലമ്പൂർ സ്റ്റൈലിലുള്ള തേങ്ങാച്ചോറും കൂർക്ക ബീഫ് വരട്ടി വെച്ചതുമാണ്. അപ്പോൾ അവർ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ ചോറിന് ആദ്യം അരി കഴുകിയിടും പോലെ തന്നെ അരി കഴുകിയിടും. അതിൻ്റെ കൂടെ ചെറിയുള്ളി, അതായത് ഇച്ചിരി നല്ലോണം എടുത്തിട്ട് ചെറിയ ഉള്ളി ഇടും. പിന്നെ ചെറിയ ജീരകം ചതച്ചതിടും. അതുപോലെ തന്നെ കറിവേപ്പില ഇച്ചിരി ഇടും. പിന്നെ തേങ്ങായും കൂടി ഇടും. ഇതിനെ പറയുക തന്നെ തേങ്ങ ഉലുവ ചോറ് എന്നാണ് പറയുക. ഇത് ചോറ് നമ്മൾ ഉണ്ടാക്കിയ സമയം നമുക്ക് തോന്നും ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കയ്പ്പ് വരുമോ എന്നുള്ളത്. ഒരിക്കലുമില്ല, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാ ബീഫ് കറി വെക്കും പോലെ എല്ലാ പൊടികളും ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നമ്മൾ വേവിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കൂർക്ക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുഞ്ഞു കൂർക്കയില്ലേ, ആ കൂർക്കയും ബീഫും കൂടി വരട്ടി വെക്കാനാണ്. അപ്പോൾ അതുപോലെ എന്താ പറയുക, കൂർക്ക നമ്മൾ എടുക്കുമ്പോൾ വിചാരിച്ച് നമ്മൾ കുഞ്ഞു കൂർക്ക നമുക്ക് കിട്ടുക. നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് വലിയ കൂർക്കയാണ്. പിന്നെ ഇച്ചിരി കൂടുതൽ തന്നെ വെളുത്തുള്ളി ചതച്ചിടും. ഒരിക്കലും ചതച്ചിടുക എന്ന് പറയുമ്പം നമ്മൾ മിക്സിയിലിട്ട് പിന്നെ അരച്ചെടുക്കില്ല, അതുപോലെ അരച്ചെടുക്കരുത്. കൈകൊണ്ട് നമ്മൾ കുത്തി ചതച്ച് തന്നെ ഈ വെളുത്തുള്ളി ഇടണം. അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് വരിക. നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഇത് നെജുവിൻ്റെ സ്പെഷ്യൽ ചോറും തേങ്ങാച്ചോറും അതുപോലെ ബീഫും കൂർക്കയും വരട്ടി വെച്ചതുമാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇത് നല്ലൊരു എന്താ പറയുക, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫുഡ്. അതുപോലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ ഇറച്ചി നമ്മൾ കുക്കറിൽ ആദ്യം വെച്ചിട്ട് ഇറച്ചി ആദ്യം വേവിച്ചെടുക്കും, ബീഫ് ആദ്യം വേവിച്ചെടുക്കും. അതിന് ശേഷം മാത്രമേ നമ്മൾ കൂർക്ക ഇടുള്ളൂ. കൂർക്ക ഇട്ടിട്ട് രണ്ടാമതും കൂടെ വേവിച്ചെടുക്കും. അപ്പോൾ ഇതിന് ഉപ്പിട്ടില്ല കേട്ടോ, മാഗി ക്യൂബാണ് ഇട്ടത്. അത് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. പക്ഷേ കറക്റ്റായിട്ടുള്ള ഉപ്പ് അതിന് വന്നിട്ടുണ്ട്, ടേസ്റ്റും ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആദ്യം കുക്കറിൽ നമ്മൾ ബീഫ് വേവിച്ചെടുക്കും. വേവിച്ച് വിസിൽ ഒരു 6-7 വിസിലായ ശേഷം അത് എടുത്തിട്ട് പിന്നെയും രണ്ടാമത് നമ്മൾ കൂർക്ക അതിലോട്ടിട്ട് ഒരു 2-3 വിസിൽ അടിക്കോളം വെക്കും. എന്നിട്ട് എടുത്ത ശേഷമാണ് കുറുക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഭക്ഷണം. എന്താ പറയുക, ഇപ്പം ഇത് കഴിച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ, ടേസ്റ്റ് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചിട്ട്. അതുപോലെ ചെറിയ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. കാരണം ഇവർ ഈ ഒരു 2 ഭക്ഷണത്തിലും ചെറിയ ഉള്ളി നല്ല അങ്ങ് പാകത്തിന് അങ്ങ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചെറിയ ഉള്ളി അല്ലെങ്കിലും ഇടുമ്പോൾ ഏതൊരു ഫുഡിനും നമ്മൾ സവാളേനേക്കാളും ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചോറിനായാലും തേങ്ങാച്ചോറിനായാലും ഇനി ബീഫ് കൂർക്ക വരട്ടിയതിനായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപാര ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ ഒരു നല്ല തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു. തേങ്ങാ ചമ്മന്തി സ്പെഷ്യലായിട്ട് അരച്ചിട്ടുള്ളതാണ്. അതായത് തേങ്ങാ ചമ്മന്തിയിലുള്ള ഇത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.